ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പം നമ്മൾ ഇന്ന് യാത്ര പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ വേഷമൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം വിശേഷങ്ങൾ വഴി കാണിച്ചു തരാം. ബായ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിളാണിത്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ശനിയാഴ്ചയായിരുന്നു. അപ്പം രാവിലെ അമ്പലത്തിൽ പോയാലോന്ന് തോന്നി. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഈ അമ്പലം ഉള്ളത് ബർമിംഗ്ഹാമിലാണ്. ഓൾഡ് ബെറിയിൽ ടിവി ഡേയിൽ ആണുള്ളത്. ഈ അമ്പലത്തിൽ ഒത്തിരി നല്ല വിശേഷപ്പെട്ട അമ്പലമാണ്. ഇവിടെ നമുക്ക് ലഡു ആണ് ഇവിടുത്തെ പ്രസാദമായിട്ട് കിട്ടണത്. തിരുപ്പതി ലഡു ഇല്ലേ, അതുപോലത്തെ ലഡു ആണ് ഇവിടുത്തെ പ്രസാദം. ഇവിടുത്തെ അന്നദാനം ഒത്തിരി ഫേമസ് ആണ്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ പാർക്കിംഗ് കിട്ടുമെന്ന് സംശയമായിരുന്നു. പക്ഷേ തിരക്ക് കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾ വന്ന സമയം നല്ല സമയമായിരുന്നു. അധികം തിരക്കുണ്ടായില്ല. നമുക്ക് അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പം ഞാൻ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ദേ എൻ്റെ പെറുക്കിൽ കാണുന്നുണ്ടോ അമ്പലം? സമാധാനമുള്ള സ്ഥലം. രാവിലെ എഴുന്നേറ്റ് കിട്ടോ നമ്മൾ. രാവിലെ എല്ലാവരും 7 മണിയായപ്പോൾ ഞങ്ങൾ എണീറ്റു. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വരികയാണ്. ഓ, ലഡുവിനുള്ള ബുക്കിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. ലഡുവിനുള്ള ബുക്കിങ്ങിലാണ് നമ്മൾ. അപ്പം നമ്മൾ ലഡു വഴിപാട് കഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലഡു ക്യൂവിൽ റിസപ്ഷനിലാണ് കേട്ടോ. ലഡു വഴിപാട് കഴിച്ചിട്ടുണ്ട്. തിരുപ്പതി ലഡു ആണ് ഇവിടെ കിട്ടണമെന്നാണ് പറഞ്ഞേക്കണേ. ബാലാജി ടെമ്പിളാണ്. നമ്മൾ ഷൂസ് വെക്കാനായിട്ട് ഇവിടെ പ്രത്യേക സ്ഥലമുണ്ട് കേട്ടോ. ഷൂസ് നമുക്ക് ഇവിടെ വെക്കാം. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. കാരണം അമ്പലത്തിലേക്ക് ഫോട്ടോഗ്രാഫി പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അത് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ലഡു കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത അമ്പലങ്ങളിലേക്ക്, ചുറ്റിനും കുറച്ച് അമ്പലങ്ങളുണ്ട്, അതൊക്കെ കാണാനായിട്ട് പോവാമേ. കാണുന്നുണ്ട് ഇവിടെ ടെക്ക് നമുക്ക് പോകണം. എലിഫൻ്റൊക്കെ ഉണ്ട് കണ്ട. എലിഫൻ്റ് എന്ത് നല്ല രസമാണ് കാണാനെന്നറിയാവോ. ഭയങ്കര ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. അവിടെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ഗാന്ധി ആ സംഭവമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പീസ് സെൻറ്റർ, ഗാന്ധി പീസ് സെൻറ്റർ. സോ ഇത് മുരുകൻ്റെ അടുത്താണ്. മുരുകനെ കണ്ടു. മുരുകൻ ഇത് വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ നവഗ്രഹ ആൻഡ് ശ്രുതി സായി ബാബാ ശ്രൈൻ. ശ്രീ ബാലാജി ടെമ്പിൾ വലുതാട്ടോ. ഒത്തിരി വലുപ്പമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സമാധാനമുണ്ട്. സമാധാനം, സന്തോഷം എല്ലാം വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെമ്പിളിൽ വരികയാണെങ്കിൽ നന്നായിരിക്കും. ഒരു ദിവസം ഓഫുള്ളൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സമാധാനവും കിട്ടും. അല്ല, നമ്മളിപ്പോൾ ശിവാശ്രയിലാണുള്ളത്. ഇതിനകത്ത് ശിവനുണ്ട്, നന്ദിയൊക്കെ ഉണ്ട്. എല്ലാവരോടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പുറത്ത് നന്ദി ഉണ്ടായിരുന്നു കേട്ടോ. നന്ദിയുടെ ചെവിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നന്ദി നടത്തി തരുന്ന പറയുക. നന്ദിയോടും എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരെല്ലാം റെഡിയാക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാ ഞങ്ങളുടെ കൂടെ 2 പേരുണ്ട്. ജിഷാന ചേച്ചി. സോറി ഗായ്സ്, ജിഷ്ണ. ഞാൻ പക്ഷെ ജിഷാനാന്ന് എപ്പോഴും പറയുന്നത്, എന്താണെന്നറിയില്ല. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. അശ്വതി മാഡം. ഓക്കെ, നമ്മൾ അമ്പലം നോക്കിക്കേ എന്തോരം വണ്ടികളാന്നുള്ളത്. ഈ അമ്പലത്തിലേക്ക് വന്നതോ ഈ എന്തോരം വണ്ടികളോ അല്ലേ. ഒത്തിരി വണ്ടികളുണ്ട്. വീക്കെൻഡ് അല്ലേ, അപ്പോൾ എല്ലാവരും വീക്കെൻഡ് മിക്കുള്ളവർക്കും ഫ്രീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. തിരക്ക് കണ്ടോ? നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്.
അമ്പലം ദൂരെ നിന്നുള്ള വ്യൂ ആണേ. ശ്രീ ബാലാജി ടെമ്പിൾ. വെളിച്ചമില്ലേ? പൊങ്ങണോ? ക്യാമറ കൂടെ പൊങ്ങണോ? ഒരു പ്ലേസ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്. ഇവിടെ തന്നെ കണ്ണാടി വെച്ചിട്ട് പോകാൻ ഇരിക്കുകയാണ്. കണ്ണൊന്നും കാണാൻ വയ്യ, നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരച്ചു. ഇവരൊക്കെ കൈ ഇങ്ങനെ ആക്കി കൊടുക്കാണ്. ഇതൊന്നും വരത്തില്ലല്ലോ. ഫുഡിന് വെയിറ്റ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഐസായില്ലേ, നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കാണാം കേട്ടോ. ഗൈസ്, നമുക്ക് പ്ലേറ്റ് കിട്ടി. കാലം പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. പ്ലേറ്റ് ഇവിടെ പ്ലേറ്റ് ഉണ്ട്, എല്ലാവർക്കും പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ ക്യൂവിലാണ് ഭക്ഷണത്തിനുള്ള. ഇവിടെ ബട്ടർഫ്ലൈ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ കാണിക്കുമോ എനിക്ക് വേണ്ടി? ഞാൻ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞപ്പോൾ പറന്ന് പോകേണ്ടി 2 അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. വയറ് ഭയങ്കര വിശന്നിരിക്കുമായിരുന്നു. രാവിലെ മുതൽക്ക് ഒന്നും കഴിച്ചില്ല. ഇപ്പം 12 മണിയായി. അന്നേരമാണ് നമുക്ക് ഭക്ഷണം കിട്ടി. ചോറും സാമ്പാറും, എനിക്ക് തോന്നുന്നു അത് ഗോതമ്പ് ഹൽവയാണെന്ന് തോന്നുന്നു. അത് കണക്ക് ഒരു തോരനും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സാരഥിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സാരഥി ഇവനാണിന്ന്. അതാ ഗായ്സ്, പഴം താഴെ വീണ് ഓടിപ്പോയി എടുക്കും. നോക്കി വരണം. ഇതാ വരുന്നു ബട്ടർഫ്ലൈ പോലെ പറന്നു വരുന്നുണ്ടത്. പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഡു കിട്ടിയിട്ടുണ്ട്, പഴം കിട്ടിയിട്ടുണ്ട്. ലഡു ആണെങ്കിൽ 2 പൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലാണ് ലഡു പ്രസാദം കിട്ടുക. പഴം നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലഡു പ്രസാദം വാങ്ങിച്ചു. അതൊരു പോളിത്തീൻ കവറിൻ്റെ അകത്തിട്ടാൽ തരാം. നമുക്ക് ഈ അമ്പലത്തിലെ കവർ വേണമെങ്കിൽ 1 പൗണ്ട് എക്സ്ട്രാ കൊടുക്കണം. ഈ ലഡു നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല. സോ 2 പൗണ്ടിൻ്റെ ലഡു ആണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ടെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഞാൻ കഴിക്കാം. വണ്ടി ഓടിക്കാനുള്ളതുകൊണ്ട് മാഡത്തിന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ശ്രദ്ധ പോകുന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുകയില്ല. നേരെ നോക്കി ഓടിച്ചാൽ മതി കേട്ടോ. അതെ, ഈ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കോൺസെൻട്രേഷൻ? അതെന്ത് സ്റ്റേഷനാണ്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. എനി ഗസ്? നമ്മൾ ബർമിംഗ്ഹാമിലാണ്. ഇനി പോകാൻ പോകുന്നത് സഫാരി ചെയ്യാനാണ്. സഫാരി പാർക്കിലേക്കാണ് പോകുന്നത് ഗായ്സ്.